ആദ്യം തിരിച്ചറിയാൻ തോന്നിയ ഒരു സബ്ജക്റ്റായിരുന്നു ഞാൻ എന്താണെന്നുള്ളത്. ലൈഫിൽ എല്ലാ സമയത്തും നടക്കൂല. എന്നാൽ ആ ഒരു കഥ വഹിച്ചു കൊണ്ടുപോകുന്നത് ശ്രീനിവാസനാണ്. അതാണ് എന്നെ ചേഞ്ച് ചെയ്തത്. ഞാൻ ആ തോൽവിന്ന് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. റോക്കിഫെല്ലർ അതിൻ്റെ ആളാണ്. ഞാൻ എന്ന ഭാവം എന്നെ പുറകിലോട്ട് വലിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ഈഗോ? യെസ്, ഇന്നത്തെ ബുക്ക് ഒരു രസമുള്ളൊരു ബുക്കാണ്. അതെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെയും കാര്യങ്ങളുടെയൊക്കെ ഏറ്റവും മൂലമായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഗോയാണ്. അഹംഭാവം, ഞാനെന്ന ഭാവം, അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം ഇതിൽ ബേസ്ഡ് ആണ് ലോകം. പല പ്രശ്നങ്ങളും. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള, ഞാൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു വാസ് മൈ ഈഗോ. അപ്പം ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സ് തുറന്നത്. ഞാൻ ലേണിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും. ഹമ്പിളൊക്കെ ആയിരുന്നു. ഈഗോ പല ഷേപ്പിൽ സൈസിലൊക്കെ വരുന്നു. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ബുക്കാണ് ഇന്നത്തെ ഈഗോ ഈസ് ദ എനിമി. റയൻ ഹോളിഡേ എന്ന നമ്മളൊരു ഫേമസ് ഓതറിൻ്റെ ബുക്കാണ്. റോബർട്ട് ഗ്രീനിൻ്റെ ശിഷ്യനായ റയൻ ഹോളിഡേ സ്റ്റോയിസത്തിനെ എന്താ പറയുക, ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവന്ന റയൻ ഹോളിഡേയുടെ ബുക്കാണ്. ഈ ബുക്ക് എങ്ങനെയാണ് ശ്യാമിന് കിട്ടിയത്? എങ്ങനെയാണ് ഈ ബുക്ക് ശ്യാമിൻ്റെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്തു? നമ്മളാ ജീവിതം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ആ ഒരു പ്രോസസ്സും നമ്മൾ ചിന്തിക്കേണ്ടതല്ല ശരി, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മളിങ്ങനെ ഓവറോൾ നമ്മളൊരു മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എനിക്കും ആദ്യം തിരിച്ചറിയാൻ തോന്നിയ ഒരു സബ്ജക്റ്റായിരുന്നു ഞാൻ എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്ന ആ ഒരു വ്യക്തി എനിക്ക് എങ്ങനെ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ എന്ന ഭാവം എന്നെ പുറകിലോട്ട് വലിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഐ വാസ് സോർട്ട് ഓഫ് ലേണിംഗ് മോർ ആൻഡ് മോർ അബൌട്ട് ലൈക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി സക്സസ്ഫുൾ ആവണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു നമ്മളൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയില്ലേ, നമ്മളെ തന്നെ ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എങ്കിലാണല്ലോ നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റിസർച്ചിലൊക്കെ എത്തിയതാണ് ഈ റയൻ ഹോളിഡേസ് ബുക്ക്. പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. റോബർട്ട് ഗ്രീൻ്റെ ആ ഒരു സ്റ്റോയിക് ഫിലോസഫി ഞാനതിൽ എൻജോയ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെ ആണ് ഞാൻ അതിനെ ആ ബുക്കിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഉള്ള ബുക്കുകൾ ഒക്കെ ഒന്ന് വായിക്കാൻ തന്നെ ഇതാണ്. കാരണം ഈഗോ ഉള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവർ ദേ ആർ നോട്ട് ഓപ്പൺ ടു തിങ്സ്. ഇപ്പം ലേണിംഗ് ആണെങ്കിലും ഒരു അഭിപ്രായങ്ങളാണെങ്കിലും അഡ്വൈസ് ആണെങ്കിലും എല്ലാം. അതാണ് നമ്മൾ നോർമലി ഉള്ള ഒരു എന്താ പറയുക, ഒരു ചിന്ത. അപ്പം വാട്ട് ഈസ് ഈഗോ? ഒരു പ്രോപ്പറായിട്ട് നമ്മൾ റയൻ ഹോളിഡേയുടെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ വാട്ട് ഈസ് ഈഗോ, അതെങ്ങനെയാണ് നമ്മളെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യുന്നത്? ഞാൻ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കണേക്കാൾ മുമ്പ് ലിജിൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ലിജിൻ ഒരു സമയത്ത് ഈഗോ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്തായിരുന്നു ലിജിൻ തിരിച്ചറിഞ്ഞ ഈഗോ? ഞാൻ തിരിച്ചറിഞ്ഞ ഈഗോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം. ഞാൻ ലൈഫിൽ നമ്മൾ ചെറുപ്പത്തോട്ടെ എല്ലായിടത്തും അടിപൊളി സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് കഷ്ടപ്പെടും, എല്ലായിടത്തും ടോപ്പ് അങ്ങനത്തെ രീതിയിൽ എപ്പോഴും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ലൈഫിൽ എല്ലാ സമയത്തും നടക്കൂല. നമ്മൾക്ക് ലൈഫിന് ചില സ്ഥലത്ത് ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, എനിക്ക് ഐ എം നോട്ട് മെന്റ് ടു ഫെയിൽ, അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ സക്സസിനെ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, എനിക്ക് വിഷമമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മൾ ഫെയിൽ ആകുമ്പോൾ നമുക്ക് തീരെ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഫെയിൽ ചെയ്യുന്ന ഒരാളല്ല. നമ്മുടെ ഈഗോ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഫെയിൽ ആവേണ്ട ഒരാളല്ല, നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യപ്പെടേണ്ട ഒരാളല്ല എന്നുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ലേണിംഗ് ആണ്. ലേണിങ്ങിന് വരുമ്പോഴത്തേക്കും യു നോ എവറിത്തിങ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം വൈ ആർ യു ലേണിംഗ്, വൈ ആർ യു ഡൂയിങ് ദിസ്, നമുക്ക് അങ്ങനെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എൻ്റെ ആവശ്യമില്ല, നമുക്ക് അറിയാം ഓൾറെഡി എന്നുള്ളൊരു ഫീലിംഗ് വരും. അപ്പം അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് ലൈഫ് ഈസി ആയത്. ഇപ്പം എനിക്കിപ്പോൾ മെൻറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ പാടായിരുന്നു. ആരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ല, കാരണം എന്തിന്, നമുക്കറിയാലോ. ഫോർ മീ ദാറ്റ്സ് ഈഗോ. അതാണ് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനതിനെ, റോബർട്ട് ഗ്രീൻ ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. റയൻ ഹോളിഡേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റയൻ ഹോളിഡേനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ പുള്ളിയുടെ ഒരു 3 hour പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു അബൌട്ട് സെൽഫ്. അതിൽ വെച്ചിട്ട് അതാണ് എന്നെ ചേഞ്ച് ചെയ്തത്, തിരിച്ചറിയാൻ സമയത്ത്. റയൻ ഹോളിഡേ പറയണ ഒരു തരം ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ എന്ന് ലോകത്തിൽ നമ്മൾ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ.
അതായത് എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ അറ്റൻഷൻ വേണം, എനിക്ക് മറ്റുള്ള ആൾക്കാർ എന്നെ പുകഴ്ത്തണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഒട്ടും താവാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥ. ഞാൻ എപ്പോഴും എൻ്റെ ആ ഒരു ഇമേജിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഞാൻ തെറ്റുകൾ വരുത്തില്ല എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഞാൻ മറ്റുള്ളവരാണ് എൻ്റെ പ്രധാനം. കാരണം ഇങ്ങനെയുള്ള ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ വറി ഞാൻ മറ്റുള്ള ഒരാളെങ്ങനെ അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റ് ആക്കുന്നത്, കളയണത് എന്നാണ് റയൻ ഹോളിഡേ പറയണ ഒരു സോർട്ട് ഓഫ് ഡെഫിനേഷൻ ഓഫ് ഈഗോ. അത് ഞാനെന്ന ഭാവം, ഞാനാണ് എല്ലാത്തിൻ്റെ മുകളിൽ, എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ തോൽക്കില്ല, മിസ്റ്റേക്സ് ഞാൻ വരുത്തില്ല, തോൽക്കില്ല, ഒരു ഫെയിലിയർ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അതാണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ. എനിക്കൊന്ന് ഇപ്പം പുള്ളി പറഞ്ഞ എനിക്ക് വെരി ഈസി ആയിട്ടുള്ള ഒരു രീതിയിലാണ്, ഈസി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈഗോനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും എൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പം ഞാനിപ്പോൾ എന്നെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം നമ്മളെ അപ്ബ്രിങ്ങിങ് ഒരു ഫാക്ടർ ആയിരിക്കും ചിലപ്പോൾ നമ്മളൊരു വെരി കോമ്പറ്റീറ്റീവ് ആയിട്ട് അപ്ബ്രിങ് ആയ ആൾക്കാർക്ക് ഈഗോ കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു റീസൺ ആയിരിക്കും. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനത്തെ ഒരു ഇതിലൂടെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ? എവ്രി വൺ ഈസ് കോമ്പറ്റീറ്റീവ്, എല്ലായിടത്തും നേടണം, എല്ലാവർക്കും മറ്റുള്ളവരെക്കാളും ഇതാവണം. സ്കൂൾസ് എല്ലാം അതിൽ ബേസ്ഡ് ആണ്. വെരി എന്താ പറയുക, പേടിപ്പിക്കുന്ന രീതിയിൽ ആണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മക്കളോടൊക്കെ മോനോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഡോണ്ട് വറി അബൌട്ട് ഫെയിലിയർ. ലൈക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പാപ്പയോർ എയ്ഡനും പറയുന്നൊരു കാര്യമുണ്ട്, യു ഐദർ ലേൺ ഓർ യു വിൻ എന്നുള്ളതാണ് പറയുന്നത്. സോ ഇപ്പോഴത്തെ ജനറേഷനിൽ ഈഗോ ഈസ് മൗണ്ടിങ്. എങ്ങനെയാണ് അത് അവരെ എഫക്ട് ചെയ്യുന്നതെന്നാണ് റയൻ ഹോളിഡേ പറയുന്നത്? ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചാൽ ഈ ബുക്ക് എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നത് അതിനെ ഇങ്ങനെ പറയല്ലേ ജിനി, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ലീവ് ഫോർ അറ്റൻഷൻ. നമ്മളൊരു സോഷ്യൽ മീഡിയയുടെ ലോകത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്ന ഒരു വേർഡ് ദ ഇല്യൂഷൻ ഓഫ് ഗ്രേറ്റ്നെസ്. അവരുടെ കാഴ്ചപ്പാടിൽ അവരാണ് ഗ്രേറ്റ്, അവരുടെ ഫോട്ടോ ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം. അപ്പോൾ അവർക്കൊരു പ്രോസസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവർക്കത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരമില്ല. കാരണം അതിനു മുമ്പേ അവരത് ആണ് എന്ന് പറഞ്ഞങ്ങോട്ട് കളയും. ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ആവാൻ തുടങ്ങുന്ന ഒരാൾ ആദ്യം അയാളുടെ ഫേസ്ബുക്കിൽ മാറ്റുന്നത് ചിലപ്പോൾ ഞാൻ ബിസിനസ് മാൻ ആയെന്നിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പറയണ ഒരാൾക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളാണെന്ന് ഞാൻ തന്നെ വിചാരിക്കുകയാണ്. പക്ഷെ ഇതിലൊരു ലേണിംഗ് കർവ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവിടെ വരെ എത്തണതിലുള്ള ഒരു യാത്രയുണ്ട്. അതിനൊന്നും റെഡിയില്ല. അപ്പോൾ അവർ ദേ ആർ തിങ്കിങ് മോർ അബൌട്ട് ദെയർ പെർഫോമൻസ് ദാൻ ദ പ്രോസസ്. അവർക്ക് ആ പ്രോസസ്സിലല്ല അവർക്ക് വേണ്ട, അവർ ആ പെർഫോമൻസ് അവരങ്ങനെ ആൾക്കാരെ എങ്ങനെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവർക്ക് ഈഗോ ഉള്ള ഒരാൾക്ക്, റയൻ ഹോളിഡേ പറഞ്ഞ എപ്പോഴും ഈഗോ ഉള്ള ആൾക്കാർ ഒരിക്കലും ദേ ഡോണ്ട് ലൈക്ക് ടു ബി കോൾഡ് ആസ് എ ബിഗിനർ. അവർക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ആ ചിന്താഗതി പറ്റില്ല. കാരണം നമുക്ക് അറിയാത്ത ഒരാളാണല്ലോ. കാരണം എനിക്ക് ആൾക്കാർ ഞാൻ പഠിക്കുന്ന ഒരാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിചാരിക്കുക. അപ്പോൾ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയില്ല, ആ ജേണിയിൽ പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് അവർ ഗ്രേറ്റ് ആയി കഴിഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫെയിൽ. എനിക്കൊന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അല്ല, എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് തോന്നിയായിരുന്നു. ഞാൻ ഇത് വെരി സിമിലർ ആയിട്ടാണ് എനിക്ക് മറക്കാൻ പറ്റത്തില്ല പോഡ്കാസ്റ്റ്, ഞാൻ ആ ഇൻ്റർവ്യൂ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇതേപോലെ വെരി സിമിലർ ആയിട്ടാണ്. ഒരേ ഇതുള്ള സ്കൂളിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ. ഇനി പക്ഷേ എനിക്കൊന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഡീപ്പർ ലെവലിൽ ചിന്തിക്കുന്നതെങ്കിലും കമ്പാരിസൺ. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ന്യൂ ജനറേഷനിലെ മാതാപിതാക്കളും തെറ്റുകാരാണ്. ഇപ്പൊ ഞാൻ നീയും അവനും എന്നുള്ള രീതിയിൽ എപ്പോഴും നമ്മൾ പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ എത്രയും മാർക്ക്, ഇവൻ എത്രയും മാർക്ക്, അവൻ ഇത്ര ലൈക്ക് കിട്ടി. അപ്പൊ പിള്ളേർ അപ്ലൈ ചെയ്യുന്ന അടുത്ത ലെവൽ അതാ. ലൈഫിലേക്ക് വരുമ്പോ എനിക്ക് ജോലി ഉണ്ടെങ്കിൽ കാറ് എനിക്ക് അവന് മേടിച്ചു ഞാനും മേടിക്കണം എന്നുള്ള ചിന്താഗതി, അതെല്ലാം ഈഗോയുടെ ഒരു പാട്ടാണ്. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ യു റിയലൈസ് ദാറ്റ് യു ഹാവ് എൻ ഈഗോയിസ്റ്റിക് പേഴ്സണാലിറ്റി, അതിന് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതൊരു ട്രൂ ഫാക്ട് അല്ല. നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും കമ്പയർ ചെയ്യും. സോ റയൻ ഹോളിഡേ ഹൗ ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ബ്രേക്ക് ഇറ്റ്? അതൊരു ത്രീ ലെവൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും ശ്യാം, അല്ലെങ്കിൽ ശ്യാം അപ്ലൈ ചെയ്തതിൽ ഈ 3 ലെവൽ ഏതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആസ്പയർ, സക്സസ് ആൻഡ് ഫെയിൽ. 3 അതിൻ്റെ ഒരു പാർട്സ്.
ഇപ്പം ആസ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഏർലി സ്റ്റേജിൽ എങ്ങനെ അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് പറയുന്ന ഏറ്റവും ഒരു റൂട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വി നീഡ് ടു ഓൾവേസ് ബി എ സ്റ്റുഡൻറ്റ്. നമ്മൾ ആ ഒരു സ്റ്റേ ആസ് എ സ്റ്റുഡൻറ്റ്, നമ്മൾ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഹ്യൂമിലിറ്റി, ഹമ്പിളായിട്ട് നമ്മളെപ്പോഴും നമുക്ക് അറിയാത്ത ഒരാളാണെന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറയാം. ഓക്കെ, എല്ലാ ദർ ഇസ് സംതിങ് ന്യൂ ഇൻ എവറിത്തിങ്. ഇപ്പം ഞാൻ ഒരു കാര്യം ലിജിൻ ചെയ്യണ പോലെ ആയിരിക്കില്ല ഞാൻ ചെയ്യണത്. ലിജിൻ ചെയ്യണ കാര്യം എനിക്ക് ന്യൂ മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ് മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കാം. പിന്നെ ഡോണ്ട് കൺഫ്യൂസ് പാഷൻ ഓവർ പർപ്പസ്. ഇപ്പം ഈഗോ ഇല്ലാത്ത ആൾക്കാർക്ക് പാഷൻ ഇല്ല. പാഷൻ ഒരു ഷോ ഓഫ് ആണെന്നാണ് റയൻ ഹോളിഡേ പറഞ്ഞത്. രണ്ടാമത്തെ ബുക്ക് നമ്മളിങ്ങനെ പറയുന്നത്. പാഷൻ ഫോളോ ചെയ്യരുത് നമ്മൾ ഒരിക്കൽ പറഞ്ഞായിരുന്നു. ഇതിൽ പറയണത് പാഷനുള്ള ആൾക്കാർ ലൗഡായിരിക്കും. അവരതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാഷൻ ഇതാണ് എങ്ങനെയാണെന്നൊക്കെ. എന്നാൽ പർപ്പസ് മുന്നിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ദേ വിൽ ബി ക്വയറ്റ്. കാരണം അവരാ ജേണി എൻജോയ് ചെയ്യണത്, അവരാ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യണത്. നമുക്ക് അങ്ങനെ ആൾക്കാരെ കാണിക്കാനല്ലല്ലോ ചെയ്യണത്. പിന്നെ ഓൾവേസ് വർക്ക് ബിഹൈൻഡ് സീൻസ് എന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പ്രാക്ടിക്കലി. കാരണം എൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെരി പ്രാക്ടിക്കലി ലിവിങ് എക്സാമ്പിൾ വരും. നമ്മുടെ നടൻ ശ്രീനിവാസൻ്റെ ഒരു കാലത്തെ കഥകളും അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ എഴുത്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ മോഹൻലാലിനെയൊക്കെ പോലെയുള്ള ലാലേട്ടനെയൊക്കെ പോലെയുള്ള ആൾക്കാരനെ ഗ്രേറ്റ്ഫുൾ ആക്കിയത്. എത്രയോ നല്ല തിരക്കഥകൾ എഴുതിയത്. എന്നാൽ അതിൽ ശ്രീനിവാസനെ തന്നെ കളിയാക്കി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് റോൾ എപ്പോഴും എടുക്കുള്ളൂ. എന്നാൽ ആ ഒരു കഥ വഹിച്ചു കൊണ്ടുപോകുന്നത് ശ്രീനിവാസനാണ്. ഹീസ് ഹംബിൾ അല്ലെ? ആ പുള്ളിക്കാരന്റെ കുറവ് പറയൂല്ലേ ആണ്. ഇപ്പൊ ആ ഒരു കുറവുകളെക്കാളും എന്നാ പുള്ളി ഒപ്പം നിന്നിട്ട് മറ്റുള്ള ഒരാളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതൊരു സംഭവമാണ് അല്ലെ? ഉറപ്പായിട്ടും അത് ഈഗോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല പുള്ളി അതിനെ കുറച്ചൊരു സർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഹ്യൂമർ കലർത്തിയിട്ട് അത് ചെയ്യണമെന്നുള്ളൂ. പക്ഷെ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്നാൽ ഒപ്പം തന്നെ നമ്മൾ വളരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പ്രോസസ്. ആസ്പയറിന്റെ അടുത്ത ലെവലാണ് സക്സസ്. അതെ. അപ്പം എങ്ങനെ നമുക്ക് സക്സസിനെ യൂസ് ചെയ്ത് നമുക്ക് ഈഗോനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? സക്സസ്ഫുള്ളിനെ നമുക്കൊരു സക്സസ്ഫുൾ ആവാനായിട്ടാണെങ്കിൽ വി നീഡ് ടു സ്റ്റേ ഗ്രൗണ്ടഡ്. ലൈക്ക് നമ്മളെപ്പോഴും ആ ഒരു ലോ ലെവലിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈഗോ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ഒരാളാണ്, എനിക്ക് പഠിക്കണം എന്നുള്ള ചിന്താഗതി ഇല്ല. അവർ ദേ തിങ്ക് ദേ നോ എവറിത്തിങ്. എന്നാൽ നമുക്ക് പലപ്പോഴും ഇന്നത്തെ തലമുറ എടുത്തു ചാടി ചെയ്യണ ഒരു കാര്യത്തിന് ഈ റൈൻഹാൾഡ് പറഞ്ഞ വി നീഡ് ടു ലേൺ റിസ്ട്രെയിൻ യുവർ സെൽഫ്. നമ്മളൊരു ചെറിയൊരു സംഭവം നമ്മൾ എന്തെങ്കിലും കിട്ടിയെന്ന് നമ്മൾ അതിനെ ആഘോഷിക്കാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു പ്രൈഡിനേക്കാളും വലുതാവുക എന്ന് പറയില്ലേ, വി നീഡ് ടു ബിഗർ ദാൻ ദ പ്രൈഡ്. അതായത് നമുക്കത് ലോകത്തെ കാണിച്ച് അതിൽ നിന്ന് അഭിമാനം കൊള്ളേണ്ടതിനേക്കാളും മുൻപേ നമ്മൾ അതിനേക്കാളും വലുതാവണം. കാരണം എന്താ, പിന്നീട് നമ്മൾ അതിലേക്ക് എത്തിക്കാം. മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് ഒരു റോക്കി ഫെല്ലർ ആരോ പറഞ്ഞ പോലെ ഡോണ്ട് ലൂസ് യുവർ ഹെഡ്. നമ്മൾ ഒരു ചെറിയൊരു സംഭവം വരുമ്പോൾ നമ്മൾ വലുതായി തോന്നാണ്ട് നമ്മുടെ ഹെഡിനെ ചെറുതാക്കുക. ബി ഹംബിൾ. ഇപ്പം നമ്മൾ പല ആൾക്കാരും വളരെ വലുതായിട്ടും എപ്പോഴും താഴ്ന്ന ലെവലിൽ ജീവിക്കുന്നുണ്ടല്ലേ. റോക്കി ഫെല്ലർ അതിൻ്റെ ആണ്. ഇപ്പം നമുക്ക് നാട്ടിൽ തന്നെ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പം സാധാരണ ആൾക്കാരുടെ കൂടെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ സാധാരണ ആൾക്കാരുടെ കൂടെ നിന്ന് പക്ഷേ ദേ ആർ ഗ്രോയിങ് അറ്റ് ആ ഒരു സെയിം ടൈമിൽ. ഇപ്പോൾ സാധാരണക്കാർ പോണ കടകളിൽ പോയിരിക്കാറുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യാനാണ് പറയണത്. പിന്നെ നമ്മളെപ്പോഴും വി നീഡ് ടു കണ്ടിന്യൂ വർക്കിംഗ് ഓൺ. ലൈക്ക് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ നേരത്തെ മോഹൻലാലിനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞ മമ്മൂക്ക എപ്പോഴും ഒരു ഹമ്പിളായിട്ട് ആദ്യകാലത്തൊക്കെ പലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല സിനിമകൾ കിട്ടാനായിട്ട് ആൾക്കാരോട് ചോദിക്കാനോ ഒരു സ്റ്റുഡൻറ് മൈൻഡായിട്ടാണ് ഒരു പരിധി വരെ അദ്ദേഹത്തിൻ്റെ കരിയറിലായിരുന്നു നിന്നിട്ടുള്ളത്. ഇപ്പോഴും റീസെൻ്റ്ലി ഞാൻ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതേപോലെ എനിക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാനൊരു ഹാർഡ് വർക്ക് അങ്ങനെയാണല്ലോ. സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഏറ്റവും പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ ജസ്റ്റ് റീസെൻ്റ്ലി കണ്ടതാണ്. ഭയങ്കര ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. വി നീഡ് ടു ബി ഗ്രൗണ്ടഡ്. നമ്മൾ ആ ഈഗോനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ. ഞാൻ എൻ്റെ ഈഗോ കണ്ടത് അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചത് അടുത്തതിലാണ് ഫെയിലിയർ. അത് ഒരു ലൈഫിൽ ഒന്ന് എന്താ പറയുക അടപടലം ഫെയിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഐ ഹാഡ് ഈഗോ എന്നുള്ളത്. എന്നുവെച്ചാൽ ഞാൻ അതിനെ എടുത്ത രീതി ഡിഫറെൻ്റ് ആണെന്നും അത് എടുക്കുന്ന രീതി അതല്ലാന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റി. സോ എങ്ങനെയാണ് നമുക്ക് ഫെയിലിയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഫെയിലിയർ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു സോർട്ട് ഓഫ് ഹൈ അച്ചീവർ ആയിരുന്നു സ്കൂളുകളിലെല്ലാം. എപ്പോഴും നല്ല മാർക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. സ്കൂളിൽ +2 10 കഴിഞ്ഞ് ഒരു ഡിഗ്രിയിലെത്തിയപ്പോഴാണ് ഞാൻ നേഴ്സിംഗ് ഫൈനൽ ഇയർ ഞാനൊരു സബ്ജക്റ്റ് തോറ്റുപോയി. പക്ഷേ ഞാൻ ആ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു പോയി. കാരണം ഞാൻ തോൽക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്.
പിന്നെ തോറ്റ ഇത്ര ഉണ്ടാവുള്ളൂ എന്ന് പഠിച്ചത് അവിടെ നിന്നാണ്. പക്ഷെ ഞാൻ തോൽക്കുമ്പോൾ നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് അത് എന്തോരം എഫക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോഴൊക്കെയാണ് നമ്മൾ അതിന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ തോൽക്കണത് ആരോ പറഞ്ഞ പോലെ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി നമ്മൾ അങ്ങനെ ഒരു തോൽവിന് എനിക്കിപ്പോൾ തോൽക്കാൻ ഒരു മടിയില്ല. എനിക്ക് പബ്ലിക്കലി തോൽക്കാനും ഒരു മടിയില്ല. ഇപ്പം ഞാനൊരു സംഭവം വലുതായി ചെയ്യാൻ വിചാരിച്ച് തോറ്റാലും ഇറ്റ് ഈസ് ഓക്കെ. കാരണം ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു തോൽവീനെ നമ്മളൊരു ഐഡൻറ്റിറ്റിന്ന് മാറ്റി വയ്ക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, നമ്മൾ ഒരിക്കൽ പി ടി ഉഷയൊക്കെ ഒളിമ്പിക്സിൽ ഓടുന്ന സമയത്ത് ഒരു 0.01 സെക്കൻഡിന് അങ്ങനെ വെരി ചെറിയൊരു അളവിനാണ് പുള്ളിക്കാർ തോറ്റുപോയത്. പക്ഷെ എന്നാൽ പുള്ളിക്കാരൻ അതിൽ നിന്നും മൊത്തം വിഡ്രോ ചെയ്യണമൊന്നുമില്ല. പുള്ളിക്കാരൻ അതിന് കഴിഞ്ഞിട്ട് അത്തരം അതിലേക്ക് പോകുന്ന ആൾക്കാരുടെ കോച്ചായി മാറി. മനസ്സിലായില്ലേ? അതെ. അപ്പൊ അങ്ങനെ നമ്മളൊരു സംഭവം തോൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിക്ടിം മൈൻഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ തോറ്റേ, നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകും, നമുക്ക് അതിൽ നിന്നും പഠിക്കാം. അതും ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ സ്റ്റോയിക് ഫിലോസഫി അതിൻ്റെ ഒരു വെരി അഡ്വക്കേറ്റ് ആണ്. കാരണം തോൽക്കണത് നമ്മളാ ഒരു മിസ്റ്റേക്കുകളിൽ നിന്ന് എങ്ങനെ പഠിക്കാം, എങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാം, അങ്ങനെ മനസ്സിലായില്ല. അതൊരു ഇഷ്ടപ്പെട്ട ഒരു കൺസെപ്റ്റ് എനിക്ക്. എന്റെ തോൽവിയുടെ കഥ ഇവിടെയാണ്. IELTS 10 തവണ പൊട്ടി. അത് നമുക്ക് തോൽവി പിന്നെ അവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് there are things that you cannot control. എനിക്ക് തന്നെ മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് ജയിക്കുന്നു, എനിക്ക് പറ്റുന്നില്ല. എൻ്റെ ചുറ്റോട് അവസാനം ഞാൻ അവിടെ പഠിപ്പിക്കാൻ കയറി. അപ്പോൾ ഞാൻ ഫെയിൽ ആയിക്കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സബ്ജക്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം എല്ലാത്തിനും എനിക്ക് ഓൾമോസ്റ്റ് 8 9 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഹംബിൾനെസ് മനസ്സിലായി. നമ്മൾ ആ തോറ്റു എന്ന് പറയാനുള്ള ഒരിതും നമ്മൾ അതിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ഇതും വന്നപ്പോഴാണ് മനസ്സിലായി ഓക്കെ ഐ ഹാവ് എ പ്രോബ്ലം. എനിക്കതിനെ കൺട്രോൾ ആദ്യം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ഉണ്ടായതാണ്. പക്ഷേ that changed my life. ആളുകൾ ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഇപ്പം ഓൾവേസ് ട്രൈ ടു ബി എ സ്റ്റുഡൻറ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു മേ ഹാവ് ആൻ ഈഗോ ഇഷ്യൂ. അപ്പോൾ അവിടുന്ന് അതിന് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യം. ഈഗോ ഉള്ള ആൾക്കാർ എപ്പോഴും അവർ പഠിക്കില്ല. അവരെപ്പോഴും എപ്പോഴും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മൾ എന്ത് പറയുമ്പോഴേക്കും ഓക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഭാവം ഇങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് എല്ലാ ആസ്പെക്റ്റിലും ഈഗോ നമ്മൾ എഫക്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു പാർട്ട്ണർ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ഒരു പാർട്ട്ണറിനെ ഓവർകം ചെയ്യും. ഞാൻ നിന്നേക്കാൾ എനിക്ക് അറിവ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അതൊരു എല്ലാ ആംഗിളിലും എഫക്ട് ചെയ്യുന്ന ഒരു സാധനം. നമ്മളൊന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലേ. പിന്നെ ഈഗോ ഉള്ള ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്ന് ബേൺ ഔട്ട് ആവുന്നത്. കാരണം അവർ തോൽക്കണത് മറ്റുള്ളവരെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുക എന്നുള്ളതാണ് അവരുടെ തോറ്റത് വിഷമത്തിനേക്കാളും അല്ലേ. അത് ഉറപ്പായിട്ടും അതൊരു അത് മറ്റുള്ളവരാണ് പ്രശ്നം. അതൊക്കെ ഈഗോ ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റേ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നകത്ത് എഴുതിക്കുന്ന കാര്യം. നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു നല്ല സംഭവം ആണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ക്രെഡിറ്റ് എടുക്കാതെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക. എന്നിട്ട് അവരെ കൊണ്ട് അതിലൊരു കഥ പോലെ പറയുന്നുണ്ട്, ലെറ്റ് ദം സ്റ്റിർ ദ പോട്ട് ആൻഡ് ലെറ്റ് ദം ബി ദ പേഴ്സൺ ടു. എന്നിട്ട് നമ്മൾ പുറത്ത് നിന്ന് സക്സസിനെ കണ്ട് സന്തോഷിച്ചാൽ മതി. അപ്പൊ അവർ they will always be influenced. നമ്മളെ ഒരിക്കലും അവർ പോകത്തില്ല. അതാണ് ഇപ്പം നമ്മളാ ഒരു ക്രെഡിറ്റ് എടുക്കലല്ലോ ലക്ഷ്യം. അല്ല, അപ്പം നമുക്ക് നമ്മളാ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഐ ലൈക്ക് ഇറ്റ്. ഇപ്പം നമ്മൾ ആ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നതിൻ്റെ പകരം നമ്മൾ ഗിവ് ഇറ്റ് ടു പീപ്പിൾ. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ക്രെഡിറ്റ് കൊടുത്തു തുടങ്ങിയാൽ തന്നെ നമ്മളാണ് വിജയിക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലേ. നമ്മളാ ഈഗോനെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കില്ല. സത്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഇപ്പം ശ്യാം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്രശ്നമാണത്. കാരണം എല്ലാം ഇറ്റ്സ് വെരി വിസിബിൾ. ലൈഫ് എല്ലാവരുടെയും ഹൈ ലെവലിലാണ് വിസിബിൾ ആണ്. അപ്പോൾ ആൾക്കാർക്ക് വിഷമം എപ്പോഴും തോന്നും. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ സ്ക്രോളിങ്ങിലെല്ലാം അവനെ പോലെ ആയല്ലോ, ഒരാളൊരു 1 million കഴിയും, എനിക്ക് അങ്ങനെയാവണല്ലോ. നമുക്ക് വേണ്ടി അല്ലല്ലോ ജീവിക്കണം. പലതവണ പറഞ്ഞ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും അല്ലേ. അതെ. എനിക്കൊന്ന് ബിസിനസ് എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴും ഈഗോ ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ഒത്തിരി ബിസിനസ്സുകൾ പൊട്ടിയതിൻ്റെ കഥകൾ നമ്മൾ വായിക്കുമ്പോഴും അതിൻ്റെ ഒരു കാരണം ഈഗോ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങി നമ്മൾ ഇച്ചിരി അടിപൊളിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാവുന്ന ഒരാൾ സെയിം ബിസിനസ് ചെയ്യുകയാണ്, അയാൾ കുറച്ചുകൂടെ സക്സസ് ആവുന്നത് നമ്മൾ പിന്നെ പുറകെ പാച്ചില്ല ആളെ തോൽപ്പിക്കാനായിട്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ടു വിൻ, ഇറ്റ്സ് മേ ബി ടു അടുത്തയാൾ ഫെയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ട്രൈ ചെയ്ത് അവിടെ നമ്മൾ ഫെയിൽ ആവുക തന്നെ ചെയ്യുന്നത്. ബിസിനസ്സിൽ നമുക്ക് എങ്ങനെ ഈഗോയിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈഗോയിനെ മാറ്റി നിർത്താം? ഇപ്പോൾ ഈ ബിസിനസ്സിനേക്കാളും പ്രത്യേകിച്ച് ഈ ഓൺട്രപ്രണർ ജേർണി അല്ലെങ്കിൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഈ റൈനോട് പറഞ്ഞത് ഈഗോ ഉള്ള ആൾക്കാർക്ക് ദേ ആർ ക്രേവിങ് ഫോർ ഓവർനൈറ്റ് സക്സസ്.
ക്ഷമയില്ല. ഇന്ന് കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ എല്ലാവരോടും പറയാൻ. അതെ. പിന്നെ വേറെ കാര്യമുണ്ട്. ഈഗോ ഉള്ള ആൾക്കാർക്ക് ദേ ആർ ക്രേവിങ് ടു സെൽ തിങ്സ്. ഈഗോ ഇല്ലാത്ത ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുന്നത്. മുമ്പ് പറയാറുള്ള പോലെ ആ ഒരു വാല്യൂ ആൾക്കാർക്ക് കൊടുക്കണതിനേക്കാളും മുമ്പ് സെല്ല് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കണേക്കാൾ നമ്മൾ പൈസ വേണം. നമുക്ക് ഈഗോ ഉള്ള ആൾക്കാർക്ക് പൈസയാണ്. ദേ റൺ ബിഹൈൻഡ് മണി. എന്നാൽ ആ ഒരു വാല്യൂ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള തിരിച്ചറിയാനുള്ള ക്ഷമയില്ല. കാരണം നമുക്ക് വേണ്ടത് ആ ഒരു പെട്ടെന്ന് ജയിക്കലാണ്. കാരണം എന്നിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നീട്ടി നമുക്ക് നമ്മുടെ ഈഗോനെ ആൾക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈഗോന് പറഞ്ഞ പോലെ അവർക്ക് ഓവർനൈറ്റ് സക്സസിനെ എപ്പോഴും ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ആ ഒരു നമ്മളൊരു കാര്യത്തിൽ ഈഗോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. ഈഗോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വാല്യൂ ഉണ്ടാക്കാൻ പറ്റും. ആ വാല്യൂവിനെ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റും. കാരണം വാല്യൂ ആണ് ഈ നമ്മൾ ഈ ഓവർനൈറ്റ് പെട്ടെന്ന് സെല്ല് ചെയ്യണേക്കാളും നമ്മൾ ആ വാല്യൂ ഒരു കോമ്പൗണ്ടിങ് ഫാക്ടറാണ്. അതിൻ്റെ മൂല്യം 2, 4, 8, 10 അങ്ങനെ പോണതാ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് കൊടുക്കണ ഒരു ഇമ്മീഡിയറ്റ് ഗെയിനേക്കാളും ഈഗോ ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലോങ് ടൈം കാണാൻ പറ്റും. അത് ആൾക്ക് ഈസിലി അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ബിസിനസ് മാത്രമല്ല, ലൈഫിൽ ഈക്വലി അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആപ്ലിക്കബിളും ആണ്. ഓക്കെ, അടിപൊളി. എനിക്കൊന്ന് നമുക്ക് ഇത് ചെറിയ ബുക്കാണ്, രസമായിട്ട് വായിക്കാൻ പറ്റിയ ഒരു 2 day റീഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ആളുകൾ വായിക്കുന്നവർക്ക്, തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു ബുക്കാണ്. എനിക്കൊന്ന് ട്രാൻസ്ഫോർമേഷൻ ലൈഫിൽ ചേഞ്ച് ആവശ്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തുടങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് ലുക്ക് അറ്റ് യുവർ ഈഗോ. അതെ. നമുക്ക് ഈഗോ, നമ്മൾ ഈഗോ ഉള്ള ആൾക്കാർ ഐ നോ എന്ന് പറയാം, അല്ലെ എനിക്കത് കാര്യം അറിയാമെന്ന് പറയില്ല. ഞാൻ ഐ എം ലേണിംഗ് അബൌട്ട് ഇരുന്ന എപ്പോഴും പറയുള്ളൂ. കാരണം നമ്മൾ അറിവ് അങ്ങനെ അത്രയും പരന്ന് കിടക്കുന്ന സാധനമല്ലോ. നമ്മളെ ഇതാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഞാനത് അടുത്ത ചോദ്യം അതായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ഇപ്പൊ അതെനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യണം. ഐ ഡോണ്ട് ലൈക്ക് ടു സേ ലൈക്ക് എനിക്കത് ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ എനിക്കത് അറിയാമെന്ന് പറയണതിനേക്കാളും നമ്മളാ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഐ ഓൾവേസ് ടേക്ക് ഫീഡ്ബാക്ക്. ഇപ്പോൾ നമ്മളൊരു താഴെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും, കുഞ്ഞു പിള്ളേരാണെങ്കിൽ പോലും, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നമുക്കറിയാമല്ലോ ഫീഡ്ബാക്ക് വഴി. അല്ലാണ്ട് നമ്മൾ ആ ഒരു പ്രൈസ് ഓർഗാനിക്കലി വരേണ്ട സാധനം. അല്ലെങ്കിൽ നമ്മളെ പറ്റി ആൾക്കാർ നല്ലത് പറയണത് നമ്മൾ ചോദിച്ച് വാങ്ങുന്നതിനേക്കാളും ഒരു നൈസ് വേല് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കൂടെയും നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൂടെയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ പറയാമല്ലോ, ഇപ്പോൾ ഈഗോ റഷസ് വിസ്ഡം വെയിറ്റ്സ് എന്ന് പറയില്ലേ. ഈഗോ ഉള്ള ആൾക്കാർക്ക് തിരക്കുണ്ട്, എന്നാൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് കാത്തിരിക്കാൻ സമയമുണ്ട്, അതിനുള്ള ക്ഷമയുണ്ട്. നമുക്ക് വെൻ യു സ്റ്റേ ഷാർപ്പ് യു ക്യാൻ സ്റ്റേ സ്മോൾ. അല്ലെ നമ്മളാ ഒരു ചെറുതായിട്ടിരിക്കും എപ്പോഴും. അതാണ് അതിൻ്റെ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്നത്, അല്ലേ? ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഇപ്പോൾ ഇതൊക്കെ പഠിച്ച് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് ഞാൻ തന്നെ എന്നെ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ചേഞ്ച് ചെയ്തെടുത്തതിന് ഞാൻ എന്നെ പരീക്ഷിച്ചൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിസ് ഈസ് ഫ്യൂ ഇയേഴ്സ് അഗോ. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ 5 വയസ്സുള്ള, അന്നാണ് 5 വയസ്സുള്ളൂ, 5 വയസ്സുള്ള മോൻ്റെ അടുത്ത് നിന്നിട്ട് അവനോട് എന്നെ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അത് പറയാൻ വെച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാരണം അവൻ്റെ മുമ്പിൽ ഞാൻ ചെറുതായി വെച്ചാൽ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും നമുക്കെല്ലാം അറിയാമെന്നുള്ള മക്കളുടെ മുമ്പിൽ നമ്മൾ അങ്ങനെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. അത് ഞാൻ 5 വയസ്സുകാരൻ്റെ അടുത്ത് പോയിരുന്ന് ഞാൻ അവനൊരു 20 മിനിറ്റ് കൊണ്ട് ഒരു പേപ്പർ വെച്ചിട്ടൊരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാറ്റാടി പോലത്തെ സാധനം ഉണ്ടാക്കാൻ അവനറിയായിരുന്നത്. ഞാൻ അവൻ്റെ അടുത്തിരുന്ന് അവൻ എനിക്കത് പറഞ്ഞു തന്ന് ഞാനത് പഠിച്ച് അവന് ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഒരു പ്രാവശ്യം തെറ്റിപ്പോയി, പുള്ളി എന്നോട് പറഞ്ഞു, അപ്പോൾ ദാറ്റ്സ് നോട്ട് റൈറ്റ്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ചെയ്ത്. ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ് അറ്റ് ഓൾ. എനിക്ക് ചീത്തയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പണ്ടത്തെ എനിക്ക് ഒരു പേഴ്സണാലിറ്റി ആയിരുന്നെങ്കിൽ ഞാൻ പറ്റില്ല വേണ്ട ഞാൻ ചെറുതാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നേനെ. പക്ഷേ അതിന് ശേഷം എനിക്ക് ഒരു പ്രശ്നമില്ല ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോകാനോ, ഇപ്പോൾ ഒരാളോട് പോയി ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും ആളുകൾ ഏറ്റവും മിസ് ഔട്ട്, ഈഗോയിസ്റ്റിക് പീപ്പിൾ ഏറ്റവും കൂടുതൽ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യം അതാണ്. ഈ ഈഗോ ഉള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെ പറ്റി നല്ലത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ പോയി ചോദിക്കാനും ഭയങ്കര പാടാണ്. ചോദിക്കാൻ പാടുണ്ട് ഒന്ന്, പക്ഷെ നമുക്ക് അവര് മറ്റുള്ള ഒരാളെ പറ്റി നല്ലത് പോസിറ്റീവ് പറയില്ല. കാരണം അവരുടെ വിചാരം ഞാൻ അവർക്ക് നല്ലത് പറ്റി പറഞ്ഞാൽ അവർ എന്നെക്കാളും വലുതാവും എന്നുള്ള തോന്നലുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ജനറോസിറ്റി തുടങ്ങേണ്ടത് എപ്പോഴും മറ്റുള്ള ആൾക്കാരെ നല്ലത് പറഞ്ഞോണ്ടാണ്, അല്ലേ? അപ്പം നമ്മൾ ഈഗോള്ള ആൾക്കാർക്ക് എനിക്ക് ഇങ്ങോട്ടേക്ക് നല്ലത് കേൾക്കണം എന്നുള്ളൂ, അങ്ങോട്ടേക്ക് ഒരാൾക്ക് പോലും കൊടുക്കില്ല. കുഞ്ഞെ കുട്ടി തൊട്ട് വലിയ ആൾക്കാർ വരെ നമ്മളൊരു നല്ല കാര്യം പറയാൻ നമുക്ക് മടിയാ, കാരണം ഈഗോ ആണ് റീസൺ. അടിപൊളി. എവരിവൺ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഈഗോ ഇസ് എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു കാര്യമൊന്നുമില്ല. ഈഗോ നല്ല രീതിയിൽ ചിലവർ അതിനെ ആ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഹാർഡ്, ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം ഈഗോയിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങളിത് ഹെൽപ്പ് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാണ് ഈ വീഡിയോ
നിങ്ങളതിനെ പെർസീവ് ചെയ്തെന്നുള്ളത് അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതേപോലെ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അതെ, ഞങ്ങൾക്ക് ഈഗോ ഇല്ല, എന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരു അവസരമാണ്. ഞങ്ങളിങ്ങനെ തുറന്ന് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് തന്നെ. ഇപ്പം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം ആൾക്കാരോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പം നമ്മൾ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് കയറി പറയുന്നൊന്നുമല്ല. ഐ വോണ്ട് പീപ്പിൾ ടു നോ, ഐ വോണ്ട് പീപ്പിൾ ടു ചേഞ്ച്. അത് പേഴ്സണലി ആൾക്കാർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ ആൾക്കാർക്ക് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. നമ്മളും ഇത് കാണുന്ന ആൾക്കാരും കേൾക്കുന്ന ആൾക്കാരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അങ്ങനെ നമ്മളെന്തോ നമ്മൾ ആരും ഒന്നല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളാരും ജേണി എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സമയത്ത് ഞങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. ഉറപ്പായിട്ടും അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇഫ് യു ആർ ഹെൽപ്ഫുൾ ഫോർ യു, ദാറ്റ്സ് വണ്ടർഫുൾ. നമ്മൾ അതിൽ ഹാപ്പിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.